അർജുനനു മുൻപാകെ ഉമാസമേതനും ഭൂതഗണങ്ങളോടുകൂടി പ്രത്യക്ഷനായ കിരാതമൂർത്തി അർജുനനെ തന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി കൊടുക്കുന്നു. കിരാതൻ ആരാണെന്നറിയാതെ യുദ്ധം ചെയ്യേണ്ടതായി വന്ന അർജുനൻ വളരെ ദുഃഖിതനാകുന്നു. അതിനാൽ തന്നെ അർജുനൻ മഹാദേവനോട് ക്ഷമാപണം നടത്തുന്നു. പക്ഷേ അർജുനന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായിരുന്നു മഹാദേവൻ. അതിനാൽ തന്നെ അർജുനനെ വാത്സല്യത്തോടുകൂടി മഹാദേവൻ ചേർത്ത് പിടിച്ചു. ശേഷം ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: പുനർജന്മത്തിൽ നീ നാരായണ സ്നേഹിയായ നരനായിരുന്നു. നീ അനേകായിരം സംവത്സരങ്ങൾ ബദ്രികാശ്രമത്തിൽ ഉഗ്രമായ തപസ് ചെയ്തിട്ടുണ്ട്. നിന്നിലും പുരുഷോത്തമനായ വിഷ്ണുവിലും പരമമായ തേജസ് കുടികൊള്ളുന്നു. പുരുഷാഗ്രിമാരായ നിങ്ങൾ രണ്ടുപേരുമാണ് തേജസ് കൊണ്ട് ഈ ലോകത്തെ ധരിക്കുന്നത്. ഇന്ദ്രാഭിഷേക കാലത്ത് മേഘനിർഘോഷത്തോടു കൂടിയ ധനുസേന്തി ഭവാനും കൃഷ്ണനും കൂടി ദൈത്യന്മാരെ നിഗ്രഹിച്ചു. നിന്റെ കരത്തിന് ചേർന്ന ഈ ഗാണ്ഡീവം അന്നത്തെ നിന്റെ വില്ലാകുന്നു. നാം തമ്മിൽ നടന്ന പോരിൽ മായ കൊണ്ട് ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ഞാൻ ഗ്രഹിച്ചു. ഹേ പാർത്ഥ, നിനക്ക് ചേർന്ന ഈ ആവനാഴി വീണ്ടും അമ്പൊടുങ്ങാതെ ആവും. നിനക്ക് പോരിലുണ്ടായ വൈര്യം വൈവശ്യം എല്ലാം ഉടനെ നീങ്ങിപ്പോകും. കുരുനന്ദന, നിന്റെ ശക്തി അജേയമാണ്. ഞാൻ നിന്നിൽ സംതൃപ്തൻ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഹേ പുരുഷശ്രേഷ്ഠ, നീ ഗ്രഹിക്കുന്ന വരം ഞാൻ നിന്നിൽ തരുന്നതാകുന്നു. നിന്നോട് തുല്യനായി മർത്യലോകത്ത് മറ്റാരും തന്നെ ഇല്ല. സ്വർഗത്തിലും നിന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു പുരുഷനും ഇല്ല. ഇതിനുള്ള മറുപടിയായി അർജുനൻ പറയുന്നു: അല്ലയോ വൃഷഭധ്വജ, കാംക്ഷിതം പോലെ ചെയ്യുവാൻ തക്കവണ്ണം ഭവാൻ എന്നിൽ പ്രീതിയുണ്ടെങ്കിൽ ദിവ്യവും ഘോരവുമായ പാശുപതാസ്ത്രം എനിക്ക് തന്നാലും. ദാരുണമായ യുദ്ധാന്തകാലത്ത് ജഗത്തിനെ മുഴുവൻ സംഹരിക്കുന്ന രൗദ്രവും ഭീമപരാക്രമവുമായ ആ ബ്രഹ്മശിരസ്, ആ അസ്ത്രം കർണൻ, ഭീഷ്മൻ, കൃപൻ, ദ്രോണൻ എന്നിവരോട് എനിക്ക് ഉഗ്രമായി യുദ്ധം ചെയ്യേണ്ടതായി വരും. ആ യുദ്ധത്തിൽ ഭഗവാന്റെ പ്രസാദത്തിൽ എനിക്ക് അവരെ ജയിക്കണം. യുദ്ധത്തിൽ ദൈത്യന്മാരെയും രാക്ഷസന്മാരെയും ഭൂതങ്ങളെയും പിശാചുക്കളെയും പന്നക ഗന്ധർവന്മാരെയും ദഹിപ്പിക്കുവാൻ ഇതിനാൽ ഞാൻ ശക്തനായി ഭവിക്കണം. ഈ അസ്ത്രത്തിൽ നിന്ന് അനേകായിരം ശൂലങ്ങളും ഉഗ്രമായ ഗദകളും സർപ്പകാരങ്ങളായ ശരങ്ങളും പുറപ്പെടുന്നു. ഭീഷ്മ, ദ്രോണ, കൃപന്മാരോടും എല്ലായ്പ്പോഴും കടുത്ത വാക്കുകൾ പുലമ്പുന്ന സൂതപുത്രനോടും ഞാൻ അസ്ത്രം കൊണ്ട് പൊരുതണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം. ഭഗനേത്രനായ അവിടുത്തെ അനുഗ്രഹത്താൽ ഞാൻ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ സമർത്ഥനാകണം. ഇത് കേട്ട ഭഗവാൻ ഇപ്രകാരം പറയുന്നു: ഹേ പാണ്ഡവ, നിനക്ക് പ്രിയമേറിയ ആ പാശുപതാസ്ത്രം ഞാൻ നിനക്ക് തരുന്നു. അത് ധരിക്കുവാനും പ്രയോഗിക്കുവാനും പിൻവലിക്കുവാനും നീ സമർത്ഥനാണ്. ദേവേന്ദ്രനോ യമനോ യക്ഷരാജനോ വരുണനോ വായുവിനോ ഇതറിഞ്ഞുകൂടാ. പിന്നെ മർത്യന്മാരുടെ കഥ പറയേണ്ടതുണ്ടോ? സാധാരണക്കാരിൽ ഈ അസ്ത്രം പ്രയോഗിച്ചുകൂടാ. അശക്തനായവനിൽ ഇത് പ്രയോഗിച്ചാൽ ലോകം മുഴുവൻ നശിപ്പിക്കും. പ്രപഞ്ചത്തിലും 3 ലോകത്തിലും ഈ അസ്ത്രത്തിന് നശിപ്പിക്കുവാൻ വയ്യാത്തതായി ഒന്നും തന്നെ ഇല്ല. വാക്കോ നോക്കോ മനസ്സോ വില്ലോ കൊണ്ട് ഈ അസ്ത്രം പ്രയോഗിക്കാം. ഇത് കേട്ടപ്പോൾ അർജുനൻ ശുചിയായ ആ ലോകാധിപതിയുടെ മുൻപിൽ ഏകാഗ്ര ചിത്തനായി നിന്ന് എനിക്ക് ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു. അന്തകതുല്യമായ പാശുപതാസ്ത്രം പ്രയോഗിക്കുന്നതിലും സംഹരിക്കുന്നതിലുമുള്ള സർവരഹസ്യങ്ങളോടും കൂടി മഹാദേവൻ പാണ്ഡുപുത്രനെ ഗ്രഹിപ്പിച്ചു. ഉമാനാഥൻ എന്ന പോലെ ആ അസ്ത്രത്തെക്കുറിച്ച് അർജുനനും അറിവുണ്ടായി. അർജുനൻ സസന്തോഷം പാശുപതാസ്ത്രം വാങ്ങിയ ഉടനെ കടലും മലയും വൃക്ഷങ്ങളും നാടും നഗരവും ചേർന്ന ഭൂമി കുലുങ്ങുകയുണ്ടായി. ശംഖ ദുന്ദുഭി നാദങ്ങൾ മുഴങ്ങി. കൊള്ളിമീനുകൾ വീഴുകയും ചെയ്തു. കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടായി. രുദ്രൻ സ്പർശിച്ചതോടുകൂടി ഫൽഗുനന്റെ ശരീരത്തിലുള്ള മാലിന്യവും വേദനകളും എല്ലാം തന്നെ പോയി. ഇനി അർജുന, നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. ഇത് മഹേശ്വരൻ അർജുനനോട് പറഞ്ഞു. അങ്ങനെ മഹാസ്ത്രമാകുന്ന പാശുപതം അർജുനൻ മഹാതപസ്സോടുകൂടി മഹാദേവനിൽ നിന്ന് പ്രാപ്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.